എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ധനതത്വശാസ്ത്രം എന്നുള്ള നമ്മുടെ മൊഡ്യൂളിലെ ഭാഗമായി വരുന്നതാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. അതിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള PSC ട്രെൻഡ്സ് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അതിൽ പോളുകൾ ഞാൻ ദിവസവും പോളുകൾ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ റിവിഷൻ ഒന്നുകൂടി നന്നായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെയുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് 1770. എന്താണ് ശരിയാണ്? ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ബാങ്ക് ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്കാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ രൂപീകൃതമായത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയമായ ആദ്യ ബാങ്ക് അലഹാബാദ് ബാങ്കാണ്. അതും എന്താണ് ശരിയാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയമായ ആദ്യ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? അലഹാബാദ് ബാങ്കാണ്. 1865 അലഹാബാദ് ബാങ്ക് സ്ഥാപിതമായത്. 1865 അലഹാബാദ് ബാങ്ക് സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയമായ ആദ്യ ബാങ്ക് എന്ന് പറയുന്നത് അലഹാബാദ് ബാങ്കാണ്. ഇന്ത്യയിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചത് 2005. ഇന്ത്യയിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചത് 2006. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 2005. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 2005 2006 ഇന്ത്യയിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചത്. ഇപ്പോൾ ഇന്ത്യയിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ച വർഷം 2005 2006. മൂന്നാമത്തെ പ്രസ്താവനയാണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്കാണ് 1904. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? സിറ്റി യൂണിയൻ ബാങ്കാണ്. 1904 സിറ്റി യൂണിയൻ ബാങ്ക് സ്ഥാപിതമായത്. ഫാക്റ്റുകളൊന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായത് 1770. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയമായ ആദ്യ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? അലഹാബാദ് ബാങ്കാണ്. 1865 അലഹാബാദ് ബാങ്ക് സ്ഥാപിതമായത്. ഇന്ത്യയിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചത് 2005. ആ പ്രസ്താവന തെറ്റാണ്. 2006. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് സിറ്റി യൂണിയൻ ബാങ്കാണ്. 1904 സിറ്റി യൂണിയൻ ബാങ്ക് സ്ഥാപിതമായത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. എന്താണ്? ശരിയാണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു. ശരിയാണ്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഈ മൂന്നും പേരിലും അറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്കാണ്. അപ്പോൾ ശരിയാണ്. റിസർവ് ബാങ്ക് ആക്ട് പാസ്സാക്കിയ വർഷം 1935. റിസർവ് ബാങ്ക് ആക്ട് പാസ്സാക്കിയ വർഷം 1935. ആ പ്രസ്താവന തെറ്റാണ്. റിസർവ് ബാങ്ക് ആക്ട് എന്നാണ് പാസ്സാക്കിയത്? 1934. 1934 റിസർവ് ബാങ്ക് ആക്ട് പാസ്സാക്കിയത്. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം 1935 ഏപ്രിൽ 1. അതെന്താണ്? ശരിയാണ്. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് 1935 ഏപ്രിൽ 1. ഏപ്രിൽ 1 ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. സോ അത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. വർഷം 1935. ആക്ട് പാസ്സാക്കിയ വർഷം 1934. നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ആക്ട് പാസ്സാക്കിയ പിറ്റേ വർഷമാണ് അധികേറും കാര്യങ്ങളൊക്കെ എന്താണ് നിലവിൽ വരുന്നത് എന്ന് ഓർത്തിരിക്കുക. ചില കാര്യങ്ങൾ അതിൽ വ്യത്യാസമുണ്ട്. ആക്ട് പാസ്സാക്കിയ വർഷം തന്നെ നിലവിൽ വന്നതുമുണ്ട്. എന്നാൽ മിക്ക കാര്യങ്ങളും എന്താണ് ആക്ട് പാസ്സാക്കിയതിൻ്റെ പിറ്റേ വർഷമാണെന്ത് നിലവിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ റിസർവ് ബാങ്ക് ആക്ട് പാസ്സാക്കിയത് 34, നിലവിൽ വന്നത് 35.
ഏപ്രിൽ 1 നമുക്ക് പഠിക്കേണ്ട. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ആ ഒരു മാസമാണ് ഏപ്രിൽ 1 എന്ന് പറയുന്നത്. സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഡേറ്റാണ്. അതിനാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ്. എന്താണ്? ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് എന്താണ്? 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ്. അപ്പോൾ റിസർവ് ബാങ്ക് രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ എന്ന് പറയുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്നത്. അതിൻ്റെ ശുപാർശ പ്രകാരം 1934 ആക്ട് പാസ്സാക്കി 35 റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 1949 ഒരു പുതുവത്സര ദിനത്തിലാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. സ്വാതന്ത്ര്യം കിട്ടി 2 വർഷങ്ങൾക്ക് ശേഷം ഒരു പുതുവത്സരത്തിൽ ന്യൂ ഇയറിലാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. ആ പ്രസ്താവന ശരിയാണ്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം പുലിയും വൃക്ഷം എണ്ണപ്പനയുമാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം പുലിയും വൃക്ഷം എണ്ണപ്പനയുമാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. മൃഗം വൃക്ഷം എണ്ണപ്പനയാണ്. മൃഗം പുലിയല്ല, കടുവയാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം എന്ന് പറയുന്നത് കടുവയാണ്. വൃക്ഷം എന്ന് പറയുന്നത് എന്താണ്? എണ്ണപ്പനയാണ്. അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ്. പുലിയല്ല, കടുവയാണ്. കടുവയും എണ്ണപ്പനയുമാണെന്ത് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗവും വൃക്ഷവും എന്നും പറയുന്നത്. ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചാണ്. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ഏതനുസരിച്ചാണെന്ന് ചോദിച്ചാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം 1949. അപ്പോൾ 1949 അതായത് റിസർവ് ബാങ്ക് നിലവിൽ വന്ന വർഷം, അതാണ് 1949 എന്ന് പറയുന്നത്. അപ്പോൾ 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്താണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്താണ്. അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖാണ്. റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? സർ ഓസ്ബോൺ സ്മിത്താണ്. സർ ഓസ്ബോൺ സ്മിത്താണ്. അടുത്ത ചോദ്യം അത് തന്നെയാണ്. റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാണ്? CD ദേശ്മുഖാണ്. CD ദേശ്മുഖാണ് റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ മൻമോഹൻ സിംഗിൻ്റെ പ്രത്യേകത എന്താണ്? മൻമോഹൻ സിംഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ എന്ത് ചെയ്തു? ധനകാര്യമന്ത്രിയായി. പിന്നീട് 2004 മുതൽ 2014 വരെ 10 വർഷ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായ ശേഷം പ്രധാനമന്ത്രിയായ ഏക വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? CD ദേശ്മുഖാണ്. ഓസ്ബോൺ സ്മിത്ത് എന്താണ് നമ്മൾ പറഞ്ഞു? റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണറാണ് സർ ഓസ്ബോൺ സ്മിത്ത്. അടുത്ത ചോദ്യം നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇമ്പീരിയൽ ബാങ്ക്. ശരിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്താണ്? ഇമ്പീരിയൽ ബാങ്കാണ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1921 ഫെബ്രുവരി 27. അതെന്താണ്? തെറ്റാണ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്താണ്? വർഷം ശരിയാണ്, ഡേറ്റും ശരിയാണ്, പക്ഷേ മാസം എന്താണ്? തെറ്റാണ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ്? 1921 ജനുവരി 27 എന്നാണ് 1921 ജനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇമ്പീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ചത് ജോൺ കെയ്ൻസ് ആണ്. ശരിയാണ്. ഇമ്പീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ജോൺ കെയ്ൻസ് ആണ്.
ഇമ്പീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായതും SBI ദേശസാൽക്കരിച്ചതും 1955 അതും ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച വർഷം എന്ന് പറഞ്ഞാൽ 1955. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടതും 1955. അപ്പോൾ 1955 എന്ത് ചെയ്തു? ഇമ്പീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്കായി, അതുപോലെ സ്റ്റേറ്റ് ബാങ്കിനെ ദേശസാൽക്കരിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടും 1955. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1921 ജനുവരി 27 ഫെബ്രുവരിയിലല്ല. അപ്പോൾ അതാണ് ഇതിലെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതേപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് എന്ന് പറഞ്ഞാൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളുള്ള ബാങ്ക് ഏതാണ്? അതും ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. SBI ആണെന്ത്? ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളുള്ള ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇസ്രായേൽ ബ്രാഞ്ച് ആരംഭിച്ച ഇന്ത്യൻ ബാങ്ക് എന്ന് ചോദിച്ചാൽ അതും ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളുള്ള ബാങ്ക് എന്ന് ചോദിച്ചാൽ അതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇസ്രായേൽ ബ്രാഞ്ച് ആരംഭിച്ച ഇന്ത്യൻ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതും എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്തത് നോക്കാം. വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിക്ഷേപിക്കണം. ഇതിന് പറയുന്ന പേരാണ് റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ. ഇവയൊന്നുമല്ല. ഇപ്പോൾ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യണം? ലീഗലായിട്ട് തന്നെ അല്ലെങ്കിൽ നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിക്ഷേപിക്കണം. ഇതിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ സി, കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് എന്താണ്? വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യും? നിയമാനുസൃതമായി കൊണ്ട് റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിക്ഷേപിക്കണം. ഇതിനെ പറയുന്ന പേരാണ് കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക്, ഇൻഡസ് ബാങ്ക്, നെടുങ്ങാടി ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാൻകൂർ. ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് അപ്പു നെടുങ്ങാടി സ്ഥാപിച്ച നെടുങ്ങാടി ബാങ്കാണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് അപ്പു നെടുങ്ങാടി സ്ഥാപിച്ച നെടുങ്ങാടി ബാങ്കാണ്. ഈ നെടുങ്ങാടി ബാങ്കിനെ പിന്നീട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. നെടുങ്ങാടി ബാങ്ക് ഇതിലാണ് ലയിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ലയിച്ചത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? അപ്പു നെടുങ്ങാടി സ്ഥാപിച്ച നെടുങ്ങാടി ബാങ്കാണ്. ഓപ്ഷൻ സി ആണെന്ത് ആൻസർ. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് ഏതാണ്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് ഏതാണ്? സിഡ്ബി, നബാർഡ്, IFCI, കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് ഏതാണ്? നബാർഡാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നബാർഡ്. അപ്പോൾ നബാർഡാണ് എന്ത്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് എന്ന് പറയുന്നത്. നബാർഡാണെന്ത്? കൃഷിക്കും വികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് എന്ന് പറയുന്നത് നബാർഡ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ്. താഴെ തന്നിരിക്കുന്ന ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ നോക്കാം. എക്സിം ബാങ്ക് വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനം. എക്സിം ബാങ്ക് വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനം. എന്താണ്? ശരിയാണ്. അപ്പോൾ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനം എന്ന് പറയുന്നത് ഏതാണ്? എക്സിം ബാങ്കാണ്. ശരിയാണ്. സിഡ്ബി ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്ക്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? സിഡ്ബിയാണ്. സിഡ്ബി, അതും ശരിയാണ്. നബാർഡ് തൊഴിലാളി വായ്പകൾ നൽകുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനം. ഈ പ്രസ്താവന തെറ്റാണ്. നബാർഡിനെ കുറിച്ച് നമ്മളിപ്പോൾ മുൻ ചോദ്യത്തിൽ പറഞ്ഞതാണ്. നബാർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഗ്രാമവികസനത്തിനും കാർഷിക ഗ്രാമവികസനത്തിന് വേണ്ടിയുള്ള ദേശീയ ബാങ്കാണെന്ത്? നബാർഡ്. തൊഴിലാളി വായ്പകൾ നൽകുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനമല്ല നബാർഡ്. നമ്മൾ മുൻ ചോദ്യത്തിൽ പഠിച്ചതാണ്. അപ്പോൾ എന്താണ്? നബാർഡ് എന്താണ്? ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് നബാർഡാണ്. നബാർഡ് എന്താണ്? കാർഷിക ഗ്രാമവികസനത്തിന് വേണ്ടിയുള്ള ദേശീയ ബാങ്കാണെന്ത്? നബാർഡ് എന്ന് പറയുന്നത്. IFCI സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനം. IFCI
സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനം ശരിയാണ്. അപ്പോൾ സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനം ഏതാണ്? IFCI ആണ്. അത് ശരിയാണ്. അപ്പോൾ തെറ്റായത് നബാർഡിനെ കുറിച്ചുള്ള ഇതാണ്, ആ ജോഡിയാണ് തെറ്റ്. അപ്പോൾ എക്സിം ബാങ്ക് എന്താണ്? വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണിത് എക്സിം ബാങ്ക്. സിഡ്ബി എന്തിനാണ്? ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്കാണ് സിഡ്ബി. നബാർഡ് എന്താണ്? നബാർഡ് ഗ്രാമങ്ങളുടെയും അതേപോലെ കൃഷിയുടെയും ഗ്രാമത്തിൻ്റെയും വികസനത്തിന് വേണ്ടിയുള്ള ദേശീയ ബാങ്കാണെന്ത്? നബാർഡ്. IFCI എന്താണ്? സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള സ്ഥാപനമാണ് IFCI. ബാങ്ക് ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബാങ്ക് ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട് താഴെയുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969 ജൂലൈ 19. അതെന്താണ്? ശരിയാണ്. 14 ബാങ്കുകളാണെന്ത് ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. അപ്പോൾ ഒന്നാം ഘട്ടം ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം 1969 ജൂലൈ 19 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ആരായിരുന്നു ആ സമയത്ത് ധനകാര്യമന്ത്രി എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി ധനകാര്യമന്ത്രിയാവുന്ന സമയത്ത് 1969 ജൂലൈ 19 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. ഇതാണെന്ത്? ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15 6 ബാങ്കുകൾ. അതും ശരിയാണ്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം 1980 ഏപ്രിൽ 15 ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. 6 ബാങ്കുകളാണെന്ത് ദേശസാൽക്കരിച്ചത്. ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം 19. ആ പ്രസ്താവന തെറ്റാണ്. നിലവിലെ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 20 19 അല്ല, 20. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അതും എന്താണ്? ശരിയാണ്. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1969 ജൂലൈ 19 14 ബാങ്കുകൾ. രണ്ടാം ഘട്ടം 1980 ഏപ്രിൽ 15 6 ബാങ്കുകൾ. മൊത്തം ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം 20. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ധനകാര്യമന്ത്രിയാകുമ്പോഴാണ് 69 ആദ്യഘട്ട ദേശസാൽക്കരണം നടന്നത് 14 ബാങ്കുകൾ. രണ്ടാം ഘട്ടത്തിൽ 80 അവർ പ്രധാനമന്ത്രിയാകുമ്പോൾ 6 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നു. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ബാങ്കിംഗ് സ്ഥാപനം HDFC ബാങ്ക്. ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിംഗ് സ്ഥാപനം ഏതാണ്? HDFC ബാങ്കാണ്. ശരിയാണ്. ISO സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ബാങ്ക് കാനറ ബാങ്ക്. ശരിയാണ്. അപ്പോൾ ISO സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ബാങ്ക് ഏതാണ്? കാനറ ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിംഗ് സ്ഥാപനം ഏതാണ്? HDFC ആണ്. ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ശരിയാണ്. ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ATM സൗകര്യം നടപ്പിലാക്കിയ ആദ്യ ബാങ്ക് HSBC മുംബൈ 1987. അതും ശരിയാണ്. അപ്പോൾ ATM സൗകര്യം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? HSBC ആണ്. എവിടെയാണ്? മുംബൈയിലാണ്. 1987 മുംബൈയിലാണെന്ത് ഇന്ത്യയിൽ ആദ്യമായി ATM പ്രവർത്തനം ആരംഭിച്ചത്. ഏത് ബാങ്കിൻ്റെ? HSBC ബാങ്കിൻ്റെ ആയിരുന്നു മുംബൈയിൽ ATM പ്രവർത്തനം ആരംഭിച്ചത്. അതാണെന്ത് ഇന്ത്യയിൽ ATM സൗകര്യം നടപ്പിലാക്കിയ ആദ്യ ബാങ്ക് എന്ന് പറയുന്നത് HSBC ബാങ്കാണ്. ഇതൊരു വിദേശ ബാങ്കാണ്. HSBC ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിദേശ ബാങ്കാണ്. ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ബംഗാൾ ബാങ്ക്. അതും ശരിയാണ്. ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബംഗാൾ ബാങ്കാണ്. ഇൻ്റർനെറ്റ് സൗകര്യം ആരംഭിച്ച ആദ്യ ബാങ്ക് ഫെഡറൽ ബാങ്ക്. അത് തെറ്റാണ്. ഇൻ്റർനെറ്റ് സൗകര്യം ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ്? ICICI ആണ്. ICICI ബാങ്കാണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക്. സേവിങ്സ് ബാങ്ക് സംവിധാനം തുടങ്ങിയ ആദ്യ ബാങ്ക് പ്രസിഡൻസി ബാങ്ക്. ശരിയാണ്. സേവിങ്സ് ബാങ്ക് സംവിധാനം തുടങ്ങിയ ആദ്യ ബാങ്ക് ഏതാണ്? പ്രസിഡൻസി ബാങ്കാണ്. ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ബാങ്കിങ് സ്ഥാപനം HDFC. ISO സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ബാങ്ക് കാനറ ബാങ്ക്. ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ATM സൗകര്യം നടപ്പിലാക്കിയ ആദ്യ ബാങ്ക് HSBC ആണ്. എവിടെയാണ്? മുംബൈയിലാണ്. 1987 വർഷം.
പിന്നെ ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ഏതാണ്? ബംഗാൾ ബാങ്കാണ്. ഇൻ്റർനെറ്റ് സൗകര്യം ആരംഭിച്ച ആദ്യ ബാങ്ക് ICICI ബാങ്കാണ്, ഫെഡറൽ അല്ല. സേവിങ്സ് ബാങ്ക് സംവിധാനം തുടങ്ങിയ ആദ്യ ബാങ്ക് എന്ന് പറയുന്നത് പ്രസിഡൻസി ബാങ്കാണ്. ഒരു പരിധിക്കപ്പുറം പണം പ്രചാരത്തിൽ ഇരിക്കുകയോ പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നാണയപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ, നാണയച്ചുരുക്കം അഥവാ ഡിഫ്ലേഷൻ, കരുതൽ നിരക്ക് ഇവയൊന്നുമല്ല. അപ്പോൾ ഒരു പരിധിക്കപ്പുറം പണം പ്രചാരത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണെന്ത്? നാണയപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ നാണയപ്പെരുപ്പം എന്ന് പറയുന്നത്? ഒരു പരിധിക്കപ്പുറം പണം പ്രചാരത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ നാണയപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ എന്താണ്? ഒരു പരിധിക്കപ്പുറം പണം പ്രചാരത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ, അതാണെന്ത്? നാണയപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നാണയപ്പെരുപ്പം, നാണയച്ചുരുക്കം, ക്യാഷ് റേഷ്യോ ഇവയൊന്നുമല്ല. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഓപ്ഷൻ ബി നാണയച്ചുരുക്കം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിഫ്ലേഷൻ അല്ലെങ്കിൽ നാണയച്ചുരുക്കം എന്ന് പറയുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നാണയച്ചുരുക്കം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇൻഫ്ലേഷൻ പഠിച്ചു. അപ്പോൾ നാണയച്ചുരുക്കം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിൻ്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥ, അതാണെന്ത്? ഡിഫ്ലേഷൻ അല്ലെങ്കിൽ നാണയച്ചുരുക്കം എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ പ്രത്യക്ഷ നികുതികളുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യക്ഷ നികുതികൾ ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ പരോക്ഷ നികുതിയാണ്, അത് കണ്ടെത്താനാണ്. ആദായ നികുതി, കെട്ടിട നികുതി, എക്സൈസ് നികുതി, വിൽപ്പന നികുതി, തൊഴിൽ നികുതി, വാഹന നികുതി, പരസ്യ നികുതി, ഭൂനികുതി. അപ്പോൾ ഇതിൽ പരോക്ഷ നികുതി പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതായത് പരോക്ഷ നികുതി ഇതിലേതാണ്? ആദായ നികുതി, കെട്ടിട നികുതി, അതെന്താണ്? അത് പ്രത്യക്ഷ നികുതിയാണ്. ആദായ നികുതിയും കെട്ടിട നികുതി എന്താണ്? നേരിട്ട് ആൾ തന്നെ കൊടുക്കുന്ന നികുതിയാണെന്ത്? അപ്പോൾ പ്രത്യക്ഷ നികുതിയാണ്. എക്സൈസ് നികുതി, വിൽപ്പന നികുതി, ഇതാണെന്ത്? ഇതിൽ പരോക്ഷ നികുതി വരുന്നത്. അതായത് പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടാത്ത നികുതി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എക്സൈസ് നികുതിയും വിൽപ്പന നികുതിയും. അതെന്താണ്? കൊടുക്കുന്നത് ആരാണ്? അനുഭവിക്കുന്ന, അത് നേരിട്ട് കൊടുക്കുന്ന നികുതിയല്ല. തൊഴിൽ നികുതി, വാഹന നികുതി, പരസ്യ നികുതി, ഭൂനികുതി, ഇവയൊക്കെ എന്താണ്? നേരിട്ട് കൊടുക്കുന്ന നികുതികളാണ്. അപ്പോൾ ഇവയൊക്കെ എന്താണ്? പ്രത്യക്ഷ നികുതികളാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ആദായ നികുതി, കെട്ടിട നികുതി, തൊഴിൽ നികുതി, വാഹന നികുതി, പരസ്യ നികുതി, ഭൂനികുതി എന്നിവയൊക്കെ എന്താണ്? പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഇനി പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടാത്ത പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ് എന്ത്? എക്സൈസ് നികുതിയും വിൽപ്പന നികുതിയും. സെയിൽസ് ടാക്സും എക്സൈസ് ടാക്സും എന്തിന് ഉദാഹരണമാണ്? പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്. എക്സൈസ് ടാക്സും സെയിൽസ് ടാക്സും ആണ് എന്ത്? ഇതിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത്. അതായത് അത് രണ്ടും എന്താണ്? പരോക്ഷ നികുതിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പരോക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ പരോക്ഷ നികുതി അല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് ഇതിന്, അതായത് പ്രത്യക്ഷ നികുതി തിരഞ്ഞെടുക്കാനാണ്. വിൽപ്പന നികുതി, എക്സൈസ് നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി. അപ്പോൾ വിൽപ്പന നികുതി, എക്സൈസ് നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി. അപ്പോൾ ഇതിൽ പരോക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തൊഴിൽ നികുതിയാണ്. അപ്പോൾ പരോക്ഷ നികുതികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? വിൽപ്പന നികുതി, എക്സൈസ് നികുതി, അതുപോലെ വിനോദ നികുതി. സെയിൽസ് ടാക്സ്, എക്സൈസ് ടാക്സ്, അതുപോലെ വിനോദ നികുതി. വിനോദം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻജോയ്മെൻറ്റ്. നമ്മൾ അതിനുള്ള ടാക്സ് എന്താണ്? വിനോദ നികുതി. ഈ മൂന്നും എന്താണ്? പരോക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ്. തൊഴിൽ നികുതി എന്താണ്? ഡയറക്റ്റ് നമ്മൾ പേ ചെയ്യുന്നതാണ്, അത് പ്രത്യക്ഷ നികുതിയാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ വരുന്നത്
തൊഴിൽ നികുതി മാത്രമാണ് എന്ത് പ്രത്യക്ഷ നികുതി. ബാക്കിയുള്ള 3 എന്താണ് പരോക്ഷ നികുതിയാണ്. അപ്പോൾ പരോക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, തൊഴിൽ നികുതിയാണ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ് ആണ്. അപ്പോൾ പരോക്ഷ നികുതികൾ ഏതൊക്കെയാണ്? സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ വിൽപ്പന നികുതി, എക്സൈസ് ടാക്സ് അതായത് എക്സൈസ് നികുതി, ഇനി എക്സൈസ് തീരുവ എന്നൊക്കെ പറയാം, വിനോദ നികുതി. ഇത് 3 എന്താണ് പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. വളരെ പ്രധാന ടോപ്പിക്കാണ് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിരിക്കും. GST ഏത് തരം നികുതിക്ക് ഉദാഹരണമാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. GST ഏത് തരം നികുതിക്ക് ഉദാഹരണമാണ്? പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, കോർപ്പറേറ്റ് നികുതി ഇവയൊന്നുമല്ല. അപ്പോൾ GST എന്ന് പറയുന്നത് ഏത് തരം നികുതിക്ക് ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ് എന്ത് GST എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് ടാക്സ് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ GST എന്ന് പറയുന്നത്. ചരക്കു സേവന നികുതിയാണെന്ത് GST എന്നതിൻ്റെ പൂർണ്ണ രൂപം. GST എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് സർവീസ് ടാക്സ് ആണ്, ചരക്ക് സേവന നികുതിയാണ്. അപ്പോൾ നമുക്കറിയാം സെയിൽസ് ടാക്സ് എന്താണ്? പരോക്ഷ നികുതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും GSTയും എന്താണ്? പരോക്ഷ നികുതിയാണ്. അപ്പോൾ GST എന്തിന് ഉദാഹരണമാണ്? പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ GST, അതുപോലെ സെയിൽസ് ടാക്സ് വിൽപ്പന നികുതി, എക്സൈസ് ടാക്സ് എക്സൈസ് നികുതി, അതുപോലെ വിനോദ നികുതി, ഇതൊക്കെ എന്താണ്? പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കാം. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. പ്രസ്താവന ശരിയാണ്. ഇപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1875 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതും ശരിയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ CSE ആണ്. 1978 കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത്. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, BSE ആണ്. 1875 സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1978 സ്ഥാപിതമായത്. ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സെബി സ്ഥാപിതമായ വർഷം 1987. ആ പ്രസ്താവന തെറ്റാണ്. എന്താണ് ഇയർ? സെബി ഓക്കെയാണ്, പക്ഷേ ഇയർ എന്താണ്? തെറ്റാണ്. 1988 സെബി സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യയിൽ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെബി ആണ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ പൂർണ്ണരൂപം. സെബി സ്ഥാപിതമായ വർഷം 1988 ആണ്. 1988 സെബി സ്ഥാപിതമായത്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന എന്താണ്? മൂന്നാമത്തെ പ്രസ്താവനയാണ്. അതിലെ വർഷമാണ് തെറ്റ്. 87 88 സെബി സ്ഥാപിതമായത്. സെബിയുടെ ആദ്യ ചെയർമാൻ SA ഡാവെ. സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? SA ഡാവെയാണ്. അതെന്താണ് ശരിയായ പ്രസ്താവന. അപ്പോൾ സെബിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? SA ഡാവെയാണ്. ആരാണ്? SA ഡാവെ. അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? BSE ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. CSE ആണ്. 1978 സ്ഥാപിതമായി. ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഇൻ ഇന്ത്യ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. അതായത് സെബിയാണ്. സെബി നിലവിൽ വന്നത് 1988. സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? S ഡാവെയാണ്. SA ഡാവെയാണ് സെബിയുടെ ആദ്യത്തെ ചെയർമാൻ. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് ഏതാണ്? ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം കൊൽക്കത്ത. അതും ശരിയാണ്. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് LIC ആണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. LIC സ്ഥാപിതമായ വർഷം എന്നാണ്?
1956 സെപ്റ്റംബർ 1 നമുക്കറിയാം കേരള പിറവി ദിനം. അതായത് കേരള പിറവി എന്താണ്? 1956 നവംബർ 1 അപ്പോൾ അതിൻ്റെ ഒരു മാസം മുമ്പെയാണ് എന്ത് നമ്മുടെ LIC സ്ഥാപിതമായത്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? LIC ആണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. LIC സ്ഥാപിതമായ വർഷം 1956 സെപ്റ്റംബർ 1 1956 സെപ്റ്റംബർ 1 സെപ്റ്റംബർ 1 എന്ത്? അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാണ് എന്ത് കേരള പിറവി, അതായത് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. അപ്പോൾ സെപ്റ്റംബർ 1956 വർഷം കണക്ട് ചെയ്ത് വെക്കുക. കേരളം രൂപീകരിച്ച വർഷമാണ്. നവംബർ എന്നുള്ളത് എന്താണ്? ഇത് സെപ്റ്റംബറാണ്. ഡേറ്റ് 1 തന്നെയാണ് വരിക. അപ്പോൾ നമ്മുടെ LIC രൂപീകരിച്ച് 2 മാസം കഴിഞ്ഞാണ് എന്ത് കേരള സംസ്ഥാന രൂപീകരണം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ LIC ആണ്. രൂപീകരിച്ചത് 1956 സെപ്റ്റംബർ 1 LICയുടെ ആസ്ഥാനം ഡൽഹി. LICയുടെ ആസ്ഥാനം ഡൽഹി എന്നുള്ള പ്രസ്താവന തെറ്റാണ്. LICയുടെ ആസ്ഥാനം എവിടെയാണ്? ബോംബെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. LICയുടെ ആസ്ഥാനം എവിടെയാണ്? ബോംബെയാണ്, ഡൽഹി അല്ല. LICയുടെ ആസ്ഥാനം എവിടെയാണ്? ബോംബെയാണ്, ഡൽഹി അല്ല. അപ്പോൾ ഇതിൽ 4ാമത്തെ പ്രസ്താവനയാണെന്ത് ശരിയല്ലാത്തത്, അതായത് തെറ്റായ പ്രസ്താവന. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി, അതിൻ്റെ ആസ്ഥാനം കൊൽക്കത്ത. ഏറ്റവും വലുത് LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1956 സെപ്റ്റംബർ 1 സ്ഥാപിതമായി. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. അപ്പോൾ ഇത്രയും ഫാക്റ്റുകൾ കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് 2400 കലോറി. അപ്പോൾ ദേശീയ ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 2400 കലോറിയാണ്. നഗരവാസികൾക്കാണെങ്കിൽ അത് എത്രയാണ്? 2100 കലോറിയാണ്. അപ്പോൾ ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം വേണ്ട ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് എത്രയാണ്? 2400 എന്നാൽ നഗരമേഖലയിൽ അല്ലെങ്കിൽ നഗരവാസികൾക്കാണെങ്കിൽ അത് എത്രയാണ്? 2100 കലോറിയാണ്. അപ്പോൾ 2 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. ഇന്ത്യയിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകൃത മുദ്രയാണ് ISO മുദ്ര. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകൃത മുദ്ര ISO അല്ല, ISI ആണ്. ISO അല്ല, ISI മുദ്രയാണ് എന്ത് ഇന്ത്യയിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകൃത മുദ്ര എന്ന് പറയുന്നത്. ISI രൂപീകരിച്ചത് 1946. ആ പ്രസ്താവന ശരിയാണ്. 1946 എന്ത് ISI രൂപീകരിച്ചത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപീകരിച്ചത് അഥവാ ISI രൂപീകരിച്ചത് 1946. എന്താണ് ISI? ഇന്ത്യയിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകൃത മുദ്രയാണെന്ത് ISI എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകൃത മുദ്രയാണെന്ത് ISI എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ വീഡിയോയിൽ ഇന്ന് പഠിച്ചത്. 20 ചോദ്യങ്ങളാണ് നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.